ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. സമയത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമോ? ഇല്ല എന്നാവും എല്ലാവരുടെയും ഉത്തരം. സമയത്തെ നമ്മളല്ല, നമ്മളെ സമയമാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെ നിയന്ത്രിച്ച് വഴിതെറ്റിച്ച ചിലരുണ്ട്. അങ്ങനെ ഒരു കഥ പറയാം. 1957 ഒക്ടോബർ, ഒരു ഞായറാഴ്ച. അന്ന് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. രാവിലെ സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന സമയം. ആ വിജനമായ വയലിന് നടുവിലുള്ള വരമ്പിലൂടെ അവർ 3 പേർ നടന്നു നീങ്ങി. വില്യം ലാങ്, മൈക്കൽ ക്രോളി, റേ ബക്കർ എന്നിങ്ങനെ 3 പട്ടാളക്കാരായിരുന്നു അവർ. ജോലിപരമായി സാഫോക്ക് കൗണ്ടിയിലേക്കുള്ള യാത്രയിലായിരുന്നു അവർ. ഈ അടുത്ത കാലത്ത് നേവിയിൽ ജോലിക്ക് ചേർന്നതായിരുന്നു അവർ. ഒരാഴ്ച നീണ്ട ക്യാമ്പിന് ശേഷമാണ് അവർ ഈ യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ ആ യാത്രയിൽ ദൂരെ ഒരു പള്ളിമേട അവർ കണ്ടു. അവിടെ നിന്നും മണിയടി ശബ്ദവും അവർക്ക് കേൾക്കാമായിരുന്നു. ആ ഒരു ശബ്ദം ലക്ഷ്യമാക്കി അവർ മെല്ലെ മെല്ലെ നടന്നു നീങ്ങി. അങ്ങനെ ആ ഗ്രാമത്തിലേക്ക് അവർ ചെന്ന് കയറി. പൊടുന്നനെ മണിശബ്ദം അവസാനിച്ചു. എന്നാൽ അപ്പോൾ പ്രത്യേകിച്ച് അവർക്കൊന്നും തോന്നിയില്ല. പിന്നെയാണ് അതിലൊരു പന്തികേട് അവർക്ക് മനസ്സിലായത്. അവിടെ മുഴുവൻ തിരഞ്ഞു നടന്നിട്ടും അങ്ങനൊരു പള്ളിമേട കാണാനോ അങ്ങനെ ഒരു മണിയടി ശബ്ദം കേൾക്കാനോ അവർക്ക് സാധിച്ചില്ല. ആ ഗ്രാമം മുഴുവൻ അവർ അന്വേഷിച്ച് നടന്നുവെങ്കിലും അങ്ങനൊരു പള്ളി പോലും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദൂരെ നിന്ന് നടന്നു വരുമ്പോൾ ആ ഗ്രാമത്തിൻ്റേത് എന്ന് തോന്നുന്ന രീതിയിൽ ആ ഒരു പള്ളി ഗോപുരം മാത്രമേ അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ അതെങ്ങോട്ടേക്കാണ് അപ്രത്യക്ഷമായത്? ആ ഗ്രാമത്തിലൂടെ അവർ നടന്നു നീങ്ങി. അവിടെയുള്ള വഴികൾ അവരെ അത്ഭുതപ്പെടുത്തി. കാരണം മനുഷ്യർക്ക് നടന്നു പോകാൻ മാത്രം വീതിയുള്ള ഇടുങ്ങിയ വഴികളായിരുന്നു അവിടെയെല്ലാം. ഒരിക്കലും ഒരു വാഹനത്തിന് അതിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല. 1957 അവിടെയുള്ള ഒരു ഗ്രാമത്തിന്റെ അവസ്ഥയാണ് അവർ കാണുന്നത്. അവർക്ക് അത്ഭുതമായി. അവരെ ഏറെ അത്ഭുതപ്പെടുത്തിയത് അവിടെയുള്ള വീടുകളായിരുന്നു. മനുഷ്യർ കൈകൊണ്ട് നിർമ്മിക്കുന്ന വീടുകൾ പോലെ, വൈക്കോലും ഓലയും മേഞ്ഞിട്ടുള്ള സാധാരണ കുടിലുകൾ. ഇതെന്താണ് ഇങ്ങനെ? അവർ പരസ്പരം നോക്കി. അവരുടെ കയ്യിലെ മാപ്പ് അനുസരിച്ച് അന്നുണ്ടായിരുന്ന തിരക്കുള്ള പട്ടണങ്ങളിൽ ഒന്നായ കേഴ്സിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. എന്നാൽ അവർക്കവിടെ കാണാൻ കഴിഞ്ഞതോ ഒരു തരത്തിലും പുരോഗമനം വന്നു ചേരാത്ത ഒരു സാധാരണ ഗ്രാമവും. മണിക്കൂറുകളോളം അവിടെ തിരഞ്ഞു നടന്നിട്ടും അവർക്കൊരു മനുഷ്യനെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവരാകെ കണ്ടത് അങ്ങിങ്ങായി അലഞ്ഞു നടക്കുന്ന ചില താറാവുകൾ മാത്രമായിരുന്നു. അപ്പോഴാണ് വില്യം ലാങ് അത് ശ്രദ്ധിക്കുന്നത്. ദൂരെ നിന്നും ഈ ഗ്രാമത്തിലേക്ക് നോക്കിയപ്പോൾ അവർ കണ്ടത് ഓറഞ്ചും മഞ്ഞയും നിറത്തിലുള്ള ഇലകൾ നിറഞ്ഞ വൃക്ഷങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ഗ്രാമത്തിനുള്ളിൽ നിന്നും മുകളിലേക്ക് നോക്കുമ്പോൾ മുഴുവൻ പച്ച നിറത്തിലുള്ള ഇലകൾ നിറഞ്ഞ വൃക്ഷങ്ങൾ. ആ കാലാവസ്ഥ എന്ന് പറയുന്നത് വേനൽക്കാലം കഴിഞ്ഞിട്ടുള്ള കാലാവസ്ഥയായിരുന്നു. അങ്ങനൊരു കാലാവസ്ഥയിൽ എങ്ങനെയാണ് പച്ച നിറത്തിലുള്ള ഇലകളുള്ള വൃക്ഷങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നത്? അവർ അത്ഭുതപ്പെട്ടു. ആ ചുറ്റുവട്ടത്ത് വീടുകളെ കൂടാതെ പിന്നീട് അവർ കണ്ടത് ഒരു ഇറച്ചിക്കട മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ നിന്ന് കയറി നോക്കാൻ അവർ തീരുമാനിച്ചു. കാട് പിടിച്ച ആ ഇറച്ചിക്കടയ്ക്കുള്ളിലേക്ക് അവർ കയറി. അവിടെ പൊടി പിടിച്ച ജനാലയിലൂടെ അവർ നോക്കി. അവിടെ അവർ കണ്ടത് കാലങ്ങൾ പഴക്കമുള്ള ചീഞ്ഞളിഞ്ഞ പന്നിയുടെ മാംസം തൂക്കിയിട്ടതായിരുന്നു. ചിലന്തി വല കൊണ്ട് മൂടിയ ആ കടയിലേക്ക് മനുഷ്യൻ പ്രവേശിച്ചിട്ട് വർഷങ്ങളായി എന്നവർക്ക് മനസ്സിലായി. ഏതാണ്ട് അതുപോലെ തന്നെയാണ് അവിടെയുള്ള വീടുകളുടെയും അവസ്ഥ. ഇതൊരു ഉപേക്ഷിക്കപ്പെട്ട ഗ്രാമമായിരിക്കുമോ? അങ്ങനെയെങ്കിൽ അവിടേക്ക് മനുഷ്യൻ കടന്നിട്ട് വർഷങ്ങളായിരിക്കുന്നു. അങ്ങനെ ഒരു ഗ്രാമം ഉപേക്ഷിക്കപ്പെടണമെങ്കിൽ അവിടെ ഒരു ദുരന്തം സംഭവിക്കണം, അല്ലെങ്കിൽ ഒരു അക്രമമെങ്കിലും സംഭവിക്കണം. അങ്ങനെ ഒരു അക്രമം നടന്നു എന്ന രീതിയിൽ തെളിയിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു ചില്ല് പോലും അവിടെ പൊട്ടിയിട്ടില്ല. 1957 അവർ സഞ്ചരിക്കുന്നത് എന്ന് തെളിയിക്കാൻ സാധിക്കുന്ന യാതൊരുവിധ തെളിവുകളും അവർക്ക് അവിടെ കണ്ടെത്താനും കഴിഞ്ഞില്ല. അതായത് ഒരു ടെലിഫോൺ കമ്പിയോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റോ അതുമല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ആന്റിനയോ ഒന്നും തന്നെ ആ ഭാഗത്ത് എവിടെയും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ അവിടെ നിന്നും പോകാൻ അവർ തീരുമാനിച്ചു. കിലോമീറ്ററുകളോളം അവർ തിരിച്ചു നടന്ന് ഒരു കുന്ന് കയറുമ്പോഴാണ് ആ ശബ്ദം അവർ കേൾക്കുന്നത്. ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പേ അവർ കേട്ട ആ മണിയടി ശബ്ദം. ഒന്ന് ഞെട്ടി അവർ തിരിഞ്ഞു നോക്കി. അവർ കണ്ടത് ദൂരെ മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ഇലകൾ നിറഞ്ഞ വൃക്ഷങ്ങൾ. അതിനു മുകളിലായി ആ പള്ളി ഗോപുരവും. ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവാസമില്ലാത്തത് എന്ന് കരുതി അവിടെ നിന്നും പോന്നിട്ട് ഇപ്പോൾ കിലോമീറ്ററുകൾ ദൂരെ നിന്ന് തിരിച്ചു നോക്കുമ്പോൾ അവിടമെല്ലാം മാറിയിരിക്കുന്നു. തിരക്കുള്ള ഒരു പട്ടണമായി മാറിയിരിക്കുന്നു. അവിടമാകെ മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ഇലകൾ നിറഞ്ഞ വൃക്ഷങ്ങളും ആ പള്ളി ഗോപുരവും അവർക്ക് കാണാനും സാധിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടത് എന്ന് കരുതിയ വീടുകളിൽ നിന്നെല്ലാം പുകച്ചുരുളുകൾ പൊന്തുന്നു. ആൻഡ്രൂ മക്കൻസി എന്ന എഴുത്തുകാരൻ്റെ 1997 പുറത്തിറങ്ങിയ അഡ്വഞ്ചേഴ്സ് ഇൻ ടൈം എന്ന പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുള്ള 3 പട്ടാളക്കാരുടെ അനുഭവമാണിത്.
1961 മുതൽ പല മാധ്യമങ്ങളിലും യുദ്ധകാല കഥകൾ എഴുതിയ ഒരു പട്ടാളക്കാരനായിരുന്നു ആൻഡ്രൂ മക്കിൻസൺ. അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട്. തന്റെ പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ള 3 പട്ടാളക്കാരുടെ അനുഭവങ്ങൾ അതോടെ അവസാനിച്ചിരുന്നില്ല. അന്ന് കേഴ്സിയിൽ നിന്നും തിരിച്ച ആ 3 പട്ടാളക്കാർ തങ്ങൾക്കുണ്ടായ അനുഭവം മേലുദ്യോഗസ്ഥരെ അറിയിച്ചു. അവർ ഉറക്കെ ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ, മറ്റൊന്നും സംഭവിച്ചില്ല. അതിനും കാലങ്ങൾക്ക് ശേഷം 1982 ആൻഡ്രൂ മക്കിൻസന്റെ ഹാണ്ടിങ്സ് ആൻഡ് അപ്പaritions എന്ന പുസ്തകം വായിച്ച വില്യം ലാങ് തനിക്കും തന്റെ സുഹൃത്തുക്കൾക്കും ഉണ്ടായ അനുഭവം ഒരു കത്തിലൂടെ ആൻഡ്രൂവിനെ അറിയിക്കുകയായിരുന്നു. കത്തുകളിലൂടെ അവരുടെ അനുഭവം വായിച്ചറിഞ്ഞു. ദ സൊസൈറ്റി ഓഫ് സൈക്കിക് റിസർച്ചിന്റെ ഭാഗം കൂടിയായിരുന്ന ആൻഡ്രൂ മക്കൻസി ഈ ഒരു അനുഭവത്തെ വിളിച്ചത് റീട്രോ കൊഗ്നിഷൻ എന്നാണ്. ഇതിനെ പൊതുവെ അറിയപ്പെടുന്നത് ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസ് എന്നാണ്. 1957 കേഴ്സി പട്ടണത്തിലേക്ക് ചെന്നെത്തിയ അവർ എത്തിയ സമയം അതിനും വർഷങ്ങൾക്ക് മുമ്പെയാണ് എന്നാണ് ആൻഡ്രൂ അഭിപ്രായപ്പെടുന്നത്. ആൻഡ്രൂ അതേക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തി. ആ 3 കൂട്ടുകാരെയും തനിച്ചിരുത്തി അഭിമുഖങ്ങൾ നടത്തി. അതിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായി അവർ 3 പേരും പറയുന്നത് സത്യം തന്നെയാണ് എന്ന്. 1957 കേഴ്സി എന്ന പട്ടണത്തിൽ അങ്ങനെ പഴയ വീടുകൾ ഉണ്ടായിരുന്നില്ല, ആ ഒരു ഇറച്ചിക്കടയും ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു വലിയ പള്ളി ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. അവരെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു വിഷയമാണ്. അവിടെ ഉണ്ടായിരുന്ന അധികമാർക്കും അറിയാത്ത ഒരു കാര്യം. 1957 അവിടെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇറച്ചിക്കടയായിരുന്നു എന്നതാണ്. അതും 13-ാം നൂറ്റാണ്ടിൽ. പട്ടാളക്കാർ പറഞ്ഞ പള്ളിയെക്കുറിച്ചും അദ്ദേഹം അന്വേഷിച്ചിരുന്നു. അതിന്റെ നിർമ്മിതി സംഭവിക്കുന്നത് 14-ാം നൂറ്റാണ്ടിലാണ്. ഈ ഒരു നഗരം, കേഴ്സി നഗരം, വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഉണ്ടായിരുന്നു. അതും 13-ാം നൂറ്റാണ്ടിൽ തന്നെയാണ്. കാരണം ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന പ്ലേഗിന് ശേഷം ഈ ഒരു പട്ടണം വർഷങ്ങളോളം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്നു. ആൻഡ്രൂവിന്റെ കണ്ടെത്തലിൽ അദ്ദേഹം പറയുന്നതനുസരിച്ച് ആ 3 പട്ടാളക്കാരും 1957 സഞ്ചരിച്ച് കേഴ്സിയിൽ എത്തിയിരുന്നുവെങ്കിലും അവർ കേഴ്സിയിൽ എത്തിയ സമയം 13-ാം നൂറ്റാണ്ടിലായിരിക്കാം എന്നാണ്. ആൻഡ്രൂ മക്കൻസി തന്റെ പുസ്തകത്തിൽ വിശദീകരിച്ച ആ 3 പട്ടാളക്കാരുടെ അനുഭവത്തെ ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസ് എന്നാണ് പറയപ്പെടുന്നത്. ആ 3 പട്ടാളക്കാരും ഉറപ്പിച്ചു പറയുന്നു അവരുടെ ജീവിതത്തിൽ അങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ട്, അത് യാഥാർത്ഥ്യം തന്നെയാണ് എന്ന്. അതിനെ ആൻഡ്രൂ മക്കൻസി അംഗീകരിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും ഈ 3 പേരും പറയുന്ന വിഷയത്തെ പൂർണ്ണമായും വിശ്വസിക്കാത്ത ഒരുപാട് പേർ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. ഒന്ന് അന്വേഷിച്ചാൽ ഇതല്ലാതെ മറ്റൊരുപാട് ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസ് നമുക്കും കണ്ടെത്താൻ സാധിക്കും. ടൈം സ്ലിപ്പ് എന്ന് പറയുന്ന പ്രതിഭാസത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇനി എപ്പോഴാണ് അങ്ങനെ ഒരു പ്രതിഭാസം നമ്മെ തേടിയെത്തുക?